ഹലോ, പുതിയ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ VFSൽ പോയിട്ടുള്ളവരുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഈ VFSൽ പോയ പാട് തന്നെ അവർ ഒരു ഫോം തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് അവർക്ക് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേതാ ഫോം എന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മൾ ഈ സ്റ്റാമ്പിങ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ തരുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ സ്റ്റാമ്പിങ് അടിച്ച് വരുന്നത് എന്താണെന്ന് അവർക്ക് ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ ആണോ വരുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സൈൻ ചെയ്ത് വാങ്ങാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്കത് സൈൻ ചെയ്ത് കൊടുക്കാം, നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അവിടെ പോയിട്ട് ഈ സ്റ്റാമ്പിങ് ചെയ്യാൻ അവരെ അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ ഈ ഫെബ്രുവരി പോയവർക്ക് തന്നെ അപ്പോയിൻമെൻറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 365 ദിവസത്തിന് മൾട്ടിപ്പിൾ എൻട്രി തന്നെ കിട്ടിയവരും ഉണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ചിലയാളെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പിന്നെ അപ്പോയിൻമെൻറ്റിലും ഇൻഷുറൻസിലും 365 ദിവസം തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് യാതൊരു ഉറപ്പുമില്ല. ഈ പോയിട്ട് വരുമ്പോൾ നമ്മൾ ബോംബെ സ്റ്റാമ്പിങ് ചെയ്തിട്ട് വരുന്നത് മൾട്ടിപ്പിൾ എൻട്രിയാണ് കിട്ടുക എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യം പോലെ ഇരിക്കും. അപ്പം ഭാഗ്യപരീക്ഷണം നടത്തണ്ട, അതായിരിക്കും ഒരു കണക്കിന് നല്ലത്. പിന്നെ ഒരാൾക്ക് തന്നെ 17,000 ഉറുപ്യ വരുന്നുണ്ട് സ്റ്റാമ്പിങ് ചെയ്യാൻ. അപ്പം ഫാമിലിയെല്ലാം ആയിട്ട് വരുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെ നഷ്ടമാവും. കാരണം ഒരു മാസത്തേക്കുള്ള ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇൻഷാ അല്ലാഹ് കുറച്ച് വെയിറ്റ് ചെയ്തതിന് വെറും 4 മാസമല്ല, ഹജ്ജിന് ശേഷം എന്തായാലും ഇത് റെഡിയാവും എന്നാണ് പറയുന്നത്. അതും ഉറപ്പില്ല, ആർക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യമാണ് ഇതൊക്കെ. അപ്പം ക്ഷമിക്കുക, വെയിറ്റ് ചെയ്യുക, അത്രേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ ഫെബ്രുവരി മാസം തന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ജാനുവരിയിൽ നമ്മളെ വിസ ഉണ്ട് കയ്യിൽ. അപ്പം മൾട്ടിപ്പിൾ എൻട്രി തന്നെ കിട്ടൂലേ, വിസ 365 ദിവസത്തേക്ക് ഉള്ളതാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അവർക്കുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഒന്നും ഉറപ്പിക്കാൻ കഴിയില്ല. പിന്നെ ചില ആൾക്കാർ വിസ ഓൾറെഡി ഇവിടെ ഉണ്ടായിട്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ നിൽക്കുന്നവരും ഉണ്ട്. അതും ഇപ്പം 1 year ഒക്കെ ആയവരാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും ഒരു ഉറപ്പില്ല. കാരണം ഇപ്പോൾ ഈ നിയമം വന്നതുകൊണ്ട് തന്നെ ഇപ്പം 365 ദിവസം കിട്ടിയതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ല, യാതൊരു ഉറപ്പുമില്ല. ഇപ്പം ഈ ഒരു വിസ എടുത്ത് കളയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ തരുന്ന വിസ ഇതും കൂടി അവർക്ക് കളയാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അറിയില്ല, ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും വിസിറ്റ് അടിച്ചതായിട്ട് അറിഞ്ഞെങ്കിൽ അറിയിക്കാം. ചോദിച്ചവർക്ക് ഞാൻ മെസ്സേജ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്താൽ നമുക്ക് നല്ല ഹയറായ രീതിയിൽ വരാം. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്.